അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഈ കാബൂളി ചന ഇല്ലേ, അതായത് നമ്മുടെ വെള്ളക്കടല, ഈ കടല വെച്ചിട്ട് നമ്മുടെ ഒരു ചക്ന, അതായത് എന്താ പറയുന്നത്, ഒരു അടിപൊളി ഒരു സ്നാക്ക്, അതാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളുണ്ടല്ലോ ഒരു 8 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്ത കടലയാണ്. വെളുത്തുള്ളിയുടെ തൊലി നമ്മൾ കളഞ്ഞിട്ടില്ല. ആ തൊലിയോടെ കൂടെ വേണം നമുക്ക് ഈ സംഭവം എന്താ പറയുന്നത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത്. അപ്പോൾ നമുക്കിത് ആദ്യം നമ്മുടെ വെളുത്തുള്ളി നമുക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി നമ്മൾ തൊലി കളഞ്ഞിട്ടില്ലെങ്കിലും കഴുകി നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആദ്യം. ഒരു 1/4 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇച്ചിരി ഗരം മസാല വേണം. ഇത് നമ്മുടെ മൈദയാണ്. അപ്പോൾ മൈദ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ നമുക്ക് സ്വല്പം ഒരു കോൺഫ്ലോർ കൂടെ വേണം. പിന്നെ ഒരു സ്വല്പം മല്ലിപ്പൊടിയും വേണം. അപ്പോൾ നമ്മൾ മൈദ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതൊന്നും ഉണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ട് എടുക്കണം. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ കോൺഫ്ലോർ ചേർക്കുന്നത്. മൈദയാണ് നമ്മൾ കൂടുതൽ ചേർക്കുന്നത്. കുറച്ച് കോൺഫ്ലവർ, അതായത് 2 ടേബിൾ സ്പൂണോളം നമ്മൾ മൈദ എടുത്തിട്ടുണ്ട്. പകുതി മതി കോൺഫ്ലോർ. ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുണ്ടല്ലോ അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ പരിപാടി തന്നെ. അപ്പോൾ നമ്മളിത് കടല നന്നായിട്ട് നമ്മൾ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ടുണ്ടല്ലോ ഒരു നാരങ്ങയുടെ പകുതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ആ നേരത്തെ നമുക്കുണ്ടല്ലോ ഇതിൻ്റെ അകത്ത് നമുക്കൊരു സാധനം കൂടെ ചേർക്കാനുണ്ട്. ഇത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ്. ഇതിപ്പോൾ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും നമുക്ക് ചേർക്കാം. അപ്പോൾ അതും കൂടെ നമുക്ക് ചേർത്തിട്ട് ഇതൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഇനി നമുക്കുണ്ടല്ലോ കട്ട കെട്ടാതെ ഇങ്ങനെ വിടർത്തിയിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ വലിയ ചീനച്ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരേ സമയം തന്നെ മുഴുവൻ കൂടെ നമുക്ക് വറുത്തെടുക്കാം. പക്ഷെ അതിനൊക്കെ നല്ലത് ചെറുതായിട്ട് ക്വാണ്ടിറ്റി കുറച്ച് എടുക്കുന്ന കാര്യം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് കട്ട കെട്ടിപ്പോകും. അപ്പം നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വെന്ത് നല്ല ക്രിസ്പി ആക്കി എടുക്കാവേ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പീസ് വറുത്ത് കോരിയായിരുന്നു. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല കിടുക്കച്ചിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. അതിൻ്റെ വെളുത്തുള്ളിയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ എന്താ പറയുക ലാസ്റ്റ് ബാച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സംഭവം ഒരു 3/4 ഭാഗം വേകാവുന്ന സമയത്ത് ഒരു 2 സാധനങ്ങൾ നമുക്ക് അതിനകത്ത് ഇടാനുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കറിവേപ്പിലയും നമ്മുടെ നല്ല എരിയുള്ള പച്ചമുളക് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കീറി ഇടാവുള്ളൂ. കാര്യം അല്ലെങ്കിൽ ഇത് പൊട്ടും. അതുകൊണ്ടാണ് നമ്മൾ കീറി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സാധനങ്ങൾ ഇട്ടിട്ട് ഇത് നമുക്ക് കോരുന്ന ആ ഒരു സമയത്ത് വേണം നമുക്ക് ഇത് ഇട്ട് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് മുമ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കറിവേപ്പില അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു ചടപട സൗണ്ടൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം. ഈ സംഭവം ചെയ്ത് നോക്കിയോ, അടിപൊളിയാണ്. പിന്നെ ഇതിന് എന്താ പറയുക ചട്ടപ്പട്ട മസാല എന്ന് പറയുന്ന സംഭവം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് കുറച്ച് ആംചൂർ പൗഡറും നമ്മുടെ കുരുമുളക് പൊടി ഉപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ പുറത്തിടാം. അപ്പോൾ ഒരു പുളി വരും. അത് നമുക്ക് മലയാളികൾക്ക് അത്രയ്ക്കാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ നോർത്ത് ഇന്ത്യൻ സൈഡിൽ അത് ടേസ്റ്റ് വേണം, അവർക്കത് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ നമുക്ക് ഇതാണ് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ്. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് എഴുതുക. പിന്നെ നമ്മുടെ എന്താ പറയുന്നത് പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കാര്യങ്ങളൊക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്കും കമൻറ്റും എല്ലാം ഒന്ന് ചെയ്യുക. അതന്നെ, അതെല്ലാം ഒന്ന് ചെയ്യുക. ഈ വീഡിയോ നമ്മൾ നിർത്തുന്ന അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I
got a lot of shit to say, so I'ma do this every day. I'll be right